ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കോട്ടയിലേക്കാണ്. 1505 ഇത് പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമസ്കാരം പ്രേക്ഷകരെ, എല്ലാവർക്കും കണ്ണൂരിൻ്റെ സ്വന്തം സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ണൂരേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. 1505 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമാഡയാണ് ഇത് പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാർ ഈ കോട്ട പിടിച്ചെടുത്തെങ്കിലും 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് ഡച്ചുകാർ ഇത് അറക്കൽ രാജവംശത്തിന് വിറ്റു. പിന്നീട് 1790 ഇത് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയും അവരുടെ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. കേരളത്തിന്റെ ചരിത്ര ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ഒരു കോട്ടയാണ് കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ട. അറബിക്കടലിനെ നോക്കി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ട മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലിലാണ്. കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്തോറും അതിമനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കോട്ടയുടെ ഉള്ളിലും ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വൃക്ഷങ്ങളും നല്ല ഭംഗിയുള്ള സസ്യങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വൃത്തി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ കോട്ടയെ പറ്റി എടുത്തു വരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയുടെ ഒരു സൈഡ് മുഴുവനായിട്ട് കടലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സൈഡിൽ പോയി നിൽക്കുമ്പോഴും നമുക്ക് അതിമനോഹരമായ കടലിൻ്റെ ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. പകൽ സമയത്തൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. എങ്കിലും ഒരു സൈഡ് കടലായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന കാറ്റ് കാരണം നമുക്ക് ആ ചൂട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ കോട്ടയുടെ നിർമ്മാണ രീതി നോക്കുകയാണെങ്കിൽ ഈ ഒരു കോട്ട ഒരു ത്രികോണാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 3 വശങ്ങളിൽ നിന്നും പ്രതിരോധം നൽകാനും സഹായിച്ചു. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ കടൽ വഴിയുള്ള ആക്രമണങ്ങളെ നേരിടാനും തുറമുഖത്തേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും എളുപ്പമായിരുന്നു. അതുപോലെ കോട്ടയുടെ മൂലകളിലും വശങ്ങളിലുമായി പീരങ്കികൾ സ്ഥാപിക്കാനുള്ള കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു. ഇവ കോട്ടയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ട പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് അഥവാ വെട്ടുകല്ല്. ഈ കല്ലുകൾക്ക് ഈർപ്പം പ്രതിരോധിക്കാനും കാലങ്ങളോളം നിലനിൽക്കാനും കഴിവുണ്ട്. നിങ്ങൾക്ക് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൽ എത്തണമെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്ററും കണ്ണൂർ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്ററാണ് ഏകദേശ ദൂരം. കണ്ണൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോറിക്ഷകളും ടാക്സികളും എളുപ്പത്തിൽ ലഭ്യമാണ്. ദൂരം കുറവായതിനാൽ ഓട്ടോറിക്ഷയാണ് സാധാരണയായി ആളുകൾ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ഥലം നിരാശരാക്കില്ല. അത്ര നല്ല കിടിലം ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളും നല്ല വീഡിയോഗ്രാഫിക്ക് പറ്റിയ നല്ല സ്ഥലങ്ങളും ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ട്. സാധാരണയായി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ കോട്ടയുടെ പ്രവേശന സമയം. എങ്കിലും വൈകുന്നേരങ്ങളിൽ ഒരു 3:30-4 മണി ആ ഒരു സമയത്തോട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. എൻട്രി ഫീ ആയി 25 രൂപയാണുള്ളത്. ഈ കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഗൈസ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.